ഒരു നിമിഷമെങ്കിലും ലോകത്തിൽ ഒന്നാമനാകാൻ പറ്റുമെന്ന് വെച്ചാൽ നിയമത്തിന്റെ വഴിക്ക് പോകുന്ന രാഷ്ട്രീയക്കാർ പറയുന്ന ഭാഷയല്ല ഞാൻ പറയുന്നത്. എന്തബദ്ധം വേണമെങ്കിലും നമുക്ക് വിളിച്ചു പറയാം, പിറ്റേ ദിവസം തിരുത്തിയാൽ മതി. അങ്ങനെ തിരുത്താൻ നമുക്ക് യാതൊരു ഉളുപ്പുമില്ല. എന്തുകൊണ്ടാണ് എൻ്റെ സിനിമകൾ കണ്ടപ്പോൾ ജനങ്ങൾ ചിരിച്ചതെന്ന് ചോദിച്ചാൽ ഒരു പത്രക്കാരൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന നിമിഷം പോലും നിങ്ങൾ വിശ്വസിക്കത്തില്ല, എൻ്റെ അടുത്ത ഒരു സിനിമയിലേക്ക് ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭം ഈ ഇത്രയും ഷൂട്ടിംഗ് സമയത്തുള്ള എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ചിരിച്ചു കഴിയുമ്പോൾ ഒരാളൊന്ന് പറയുക, നിങ്ങളുടെ ചിരി ഭയങ്കര കേട്ടോ, ഈ വെപ്പിൽ എവിടുന്നാ വാങ്ങിച്ചേ എന്ന് ചോദിക്കുന്ന പുതിയ തലമുറയിലെ ചില നടന്മാർ ഈ സ്വാഭാവികത അഭിനയിക്കുന്നു. ആരാൻ്റെ മുല്ല ഞാൻ ഈ വർഷം ഇറക്കി, ദുൽഖറിൻ്റെ ചാർലി എന്ന പടം ഇപ്പോൾ ഇറങ്ങി. ഇത് രണ്ടും ഒരേ കഥാപാത്രമാണ്, ഒരുപാട് സാമ്യമുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദ ലിവിങ് ലെജൻഡ്, മലയാള സിനിമയുടെ ഒരു ചരിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ബാലചന്ദ്ര മേനോൻ. വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. താങ്ക് യു. ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, പിന്നെ ഒരു നടനായി. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നിട്ട് ഇപ്പോഴത്തെ പ്രസന്റ്ലി നടക്കുന്ന ഇഷ്യൂസ് ആയാലും, ഇപ്പോൾ പ്രസ് ഇപ്പോൾ കാണിക്കുന്നു. സാറ് ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, ഞാൻ അവിടെ ഇരുന്നപ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ വന്ന് TV വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആസ് എ ജേർണലിസ്റ്റ് ഒരു എങ്ങനെ നോക്കി കാണുന്നു ഇപ്പോഴത്തെ ഒരു മീഡിയ ജേർണലിസം? അല്ല, പലതും ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിൽ സെലിബ്രിറ്റീസിനെ ആവശ്യമാണ്, പ്രസ്സിനെ ആവശ്യമാണ്, മനസ്സിലായില്ലേ? കള്ള് ഷാപ്പ് ആവശ്യമാണ്, അല്ലെങ്കിൽ ചാരായക്കട ആവശ്യമാണ്. ചാരായക്കട ബാൻ ചെയ്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ലഹരി, ആ ചാരായമോ കള്ളോ വിൽക്കുന്ന ആ കടയ്ക്കെതിരെ നമുക്കൊരു മുളക് ബജി ആവശ്യമാണ്. ഇതൊക്കെ അതിൻ്റെ നല്ല ബ്ലെൻഡിങ് ആണ്. ഇതൊന്നും വേണമെന്നോ വേണ്ടോന്നോ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പറയേണ്ട സമയങ്ങളിൽ പറഞ്ഞില്ലെങ്കിൽ അഭംഗി വരും. ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഈ സംവാദം എന്നൊക്കെ പറയുന്നത് തികച്ചും അനാവശ്യമാണ്. സമൂഹത്തിൽ ഒരു കുറ്റകൃത്യം നടന്നു, അത് നടന്നതിനെ കുറ്റകൃത്യമല്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയട്ടെ. അത് നടന്നത് നമ്മുടെ ഭരണഘടനാ പ്രകാരം കുറ്റകൃത്യം തന്നെയാണ്. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരുമാണെന്ന് പഠിച്ചാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. ആ കുറ്റകൃത്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ പേര് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും നിങ്ങൾ കുറ്റവാളികളാക്കരുത്. ഒന്ന്, അവർക്കതിനുള്ള സമയം കൊടുക്കുക. നിയമത്തിൻ്റെ ടെൻഡക്കിൾസ് വളരെ നീളമുള്ളതാണ്. 10-15 വർഷം കഴിഞ്ഞാലും തലയിലെടുത്തുണ്ടെങ്കിൽ അവൻ നമ്മളെ ചുറ്റിപ്പിടിക്കുകയും ചെയ്യും. നമുക്ക് ആ ഉണ്ട കഴിക്കാനുള്ള യോഗം ഉണ്ടെ കഴിയുകയും ചെയ്യും. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന രാഷ്ട്രീയക്കാർ പറയുന്ന ഭാഷയല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനതിൻ്റെ സമയം കൊടുക്കുക. ഇതിനിടയിൽ നിങ്ങൾ സ്വയം വിധികർത്താക്കളായി മാറുകയും നിങ്ങളുടെ അഭിപ്രായം, അദ്ദേഹം അതങ്ങനല്ല, ഇദ്ദേഹം ഇങ്ങനെയാണ്, അതൊക്കെ അൺവാണ്ടഡ് ഇൻ്റർഫിയറൻസ് ഇൻ ദി എക്സിക്യൂഷൻ ഓഫ് ജുഡീഷ്യറിയാണ്. പിന്നെ കുറ്റകൃത്യം ചെയ്ത ആൾ ഒരു സംഘടനയിലെ മെമ്പറാണ്, ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മിനിസ്റ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗൗരവം കുറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. വാട്ട് വാസ് ദി എൻഡ് ഓഫ് സദ്ദാം ഹുസൈൻ? ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായം ഞാൻ എങ്ങും അടിയറ വയ്ക്കത്തില്ല. അതുകൊണ്ട് നടന്ന ഹീനമായ കൃത്യം, അതിന് അനുഭവം വിധേയമായ കഥാപാത്രത്തെ 100 തവണ ഇര എന്ന് വിളിക്കുക, അതെനിക്ക് ഇരയെന്ന് വിളിക്കുന്നതിനോട് പോലും എനിക്ക് യോജിപ്പില്ല. അതൊരു അടുത്ത ഒരു ആഡിങ് ഇൻസൾട്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞ പോലെയാണ്. എന്നെ ഇപ്പോൾ എത്രയോ ചാനലുകൾ എന്നെ ഈ സംവാദം വരുമ്പോൾ വിളിക്കാറുണ്ട്. ഞാൻ തുറന്ന് പറയാറുണ്ട്, എനിക്ക് പറയാനില്ല. കാരണം എനിക്ക് അവിടെ വന്ന് മത്സരിച്ച് പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട, അതുകൊണ്ട് ഞാൻ പോകാത്തതാണ്. എനിക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും, അറിയേണ്ട ആൾക്കാർ അറിയും. അതിൻ്റെ കാര്യമേ എനിക്കുള്ളൂ. എനിക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട്. അത് ഈ രീതിയിലാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ക്യാമറയിൽ സംസാരിക്കുന്നതും എൻ്റെ പ്രതിബദ്ധത തന്നെയാണ്. അത്രയേ ഉള്ളൂ. അന്ന് അവിടെ നടന്ന പ്രസ് മീറ്റിൽ ഇപ്പോൾ ഞങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും മീഡിയ ചോദിച്ചൊരു ചോദ്യം, ദിലീപിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് മുകേഷ് ചാടി വീണ്, ദിലീപിനെ ഒറ്റപ്പെടുത്തുമെങ്കിൽ ദിലീപ് ഇവിടെ ഇരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്. അതൊരു ആക്രോശമായി മീഡിയയ്ക്ക്, അത് വേറൊരു രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടു. അപ്പോൾ ഈ വളച്ചൊടിക്കലുകളല്ലേ ശരിക്കും ഈ പ്രശ്നങ്ങൾക്ക് കാരണം? ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ചാനൽ ചർച്ചയോ ഇങ്ങനെ ഒന്നുമില്ല, അത് പോലീസിന്റെ വഴിക്ക് ഇത് പോവുകയാണെങ്കിൽ ഇത്രയും ഒരു ഇഷ്യൂ ആവുമോ ഇങ്ങനെ ഒരു സംഭവം? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം, ഇപ്പം മുകേഷ് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം മുകേഷ് പറഞ്ഞല്ലോ, ഈ തുടക്കക്കാരനാണ് രാഷ്ട്രീയത്തിൽ, എനിക്ക് അബദ്ധങ്ങൾ പറ്റാം, തീർന്നില്ലേ, സംഭവം തീർന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തബദ്ധം വേണമെങ്കിലും നമുക്ക് വിളിച്ചു പറയാം,
പിറ്റേ ദിവസം തിരുത്തിയാൽ മതി, തീർന്ന സംഭവം. അങ്ങനെ തിരുത്താൻ നമുക്ക് യാതൊരു ഉളുപ്പുമില്ല. ഞാൻ അതാ പറയുന്ന കാരണം. ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. തിരുത്തി ഞാനത് പിൻവലിക്കുന്നു, ഞാൻ എൻ്റെ ഖേദം പ്രകടിപ്പിക്കുന്നു, ശരി, ഞാൻ താക്കീത് കൊടുക്കുന്നു. ഇത് നമുക്കെന്താ കാര്യം? ഇത് പറയാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. നമ്മളിപ്പോൾ ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിച്ചിരുന്നപ്പം ബാലേന്ദ്ര മേനോൻ, അപ്പോഴും എൻ്റെ ഇൻഷ്യൽ ഒന്നായിരുന്നു, എസ് ബാലേന്ദ്ര മേനോൻ, മാറിയിട്ടില്ല. പ്രീ ഡിഗ്രി ആയപ്പോഴും മാറിയിട്ടില്ല. ഞാൻ സിനിമയിൽ വന്ന ശേഷം മാറിയിട്ടില്ല. ഞാൻ നാഷണൽ അവാർഡ് വാങ്ങിച്ചും മാറിയിട്ടില്ല. പത്മശ്രീ വാങ്ങിച്ചപ്പോഴും ഇൻഷ്യൽ എസ് തന്നെയാണ്. പക്ഷേ ഓരോ ഘട്ടത്തിലും ഈ ബാലചന്ദ്ര മേനോന് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. 5 വയസ്സുള്ള ബാലേന്ദ്ര മേനോൻ ഒരു പക്ഷേ റോഡിൻ്റെ സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ ഗാഥയായിട്ട് പോകുമ്പോൾ ഉടുത്തിരുന്ന കൊച്ചു തോത്തിങ്ങനെ പൊക്കി കാണിച്ച് ആഹ്ലാദിച്ചിരുന്നെങ്കിൽ അവർ കണ്ട് തമാശയായിട്ട് പറഞ്ഞു പോകും. പക്ഷേ പത്മശ്രീ ഭരത് ബാലേന്ദ്രൻ അത് ചെയ്താൽ കഴിയും. ഞാൻ പണ്ട് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ പ്രായത്തിനനുസരിച്ച് നമുക്ക് പക്വത വരണം, അതനുസരിച്ച് പെരുമാറണം. ഇത് ആരോടുമുള്ള ഉപദേശമല്ല, എൻ്റെ വീക്ഷണം മാത്രമാണ്. ജന്മങ്ങൾ തീർന്നാലും ഇപ്പോൾ സാറിന് കിട്ടിയൊരു ബഹുമതി, അതായത് ലോക സിനിമയിൽ ഒന്നാമൻ എന്നുള്ളൊരു, അതെ, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എപ്പോഴും? ഒരിക്കലുമില്ല. എനിക്ക് ലോകത്തിൽ ഒന്നാമനാകാൻ കഴിയുമോന്നോ, ലോകത്ത് അങ്ങനെയല്ല. ഒരു ഒന്നാമനാകണം എന്നുള്ള ഒരു മത്സര ബുദ്ധിയില്ലാത്ത മനുഷ്യനുണ്ടോ? ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാർക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛാ എനിക്ക് 90 മാർക്ക് കിട്ടി, അപ്പം 100 കിട്ടിയ ആരൊക്കെയാണ് എൻ്റെ അച്ഛൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും യു ആർ ഓൾവേസ് വാണ്ട് ടു പ്രൂഫ് ദറ്റ് യു ആർ നമ്പർ 1. അതുകൊണ്ടാവും ആ മത്സരം ആരോഗ്യപരമായിരിക്കണം. പക്ഷേ ഞാൻ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അത് നോക്കിയിട്ടില്ല. തിയേറ്ററിൽ ഭയങ്കര കളക്ഷൻ വരണമില്ല. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ സിനിമകൾ കണ്ടപ്പോൾ ജനങ്ങൾ ചിരിച്ചതെന്ന് ചോദിച്ചാൽ ഒരു പത്രക്കാരൻ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും. ഞാൻ സിനിമയിൽ പറഞ്ഞതൊക്കെ ഉള്ളതാണ്. ഞാനൊരു കാര്യം നിസ്സാരത്തിൽ കയറി വന്നിട്ട് എനിക്ക് സമയമില്ല കേട്ടോ, വരുന്നേവാ, രാഹുകാലത്തിനപ്പുറം പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ എത്രയോ ലക്ഷം ചെറുപ്പക്കാരുടെ മനസ്സിലെ ആഗ്രഹം, അവരുടെയൊക്കെ കാമുകിമാർ ഓരോ വീട്ടിലെ ബെഡ്റൂമിൽ ഇരിക്കുക. അതുകൊണ്ടാണ് അവരെന്നോടൊപ്പം നിന്നത്. അപ്പോൾ ഞാൻ ഉള്ളത് പറഞ്ഞു. അപ്പോൾ സിനിമകൾ ചെയ്യുമ്പോൾ ഒന്നാമനാണെന്നല്ല, നമ്മൾ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് അറിയാവുന്ന രീതിയിൽ സിനിമ ചെയ്തു, ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോക സിനിമയിൽ ഒന്നാമൻ എന്നുള്ള ഈ ഒന്നാമനെന്ന് പറയുന്നത്, അതായത് ലോകമെമ്പാടുമുള്ള ചലച്ചിത്രകാരന്മാരെ നിങ്ങൾ കണക്കിലെടുത്താൽ അതിൽ സ്വന്തമായി രചിക്കുകയും, രചന, സ്ക്രിപ്റ്റഡ്, സംവിധാനവും അതിൽ അഭിനയിക്കുകയും കൂടെ ചെയ്യുന്ന ലോകത്തുള്ള എത്ര പേരുണ്ടെന്ന് നോക്കും നമ്മൾ. ഈ 3 ചെയ്യണം. പക്ഷേ അങ്ങനെ 3 ചെയ്യുന്ന ഈ സംവിധായകർ എണ്ണം എടുത്തപ്പോൾ 29 ചിത്രങ്ങളായിട്ട് ഞാൻ ഒന്നാമതായി നിൽക്കുന്നു, ഭാഗ്യമുണ്ടായി. 26 ചിത്രങ്ങളുമായിട്ട് അമേരിക്കൻ ആക്ടർ വുഡി അലനാണ് രണ്ടാമത് നിൽക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ റോസസ് ദ ഫാമിലി ക്ലബിൻ്റെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു റിസർച്ച് കമ്മിറ്റി എൻ്റെ 40ാം വർഷം സിനിമയാണിപ്പം 2017. അതിനോടനുബന്ധിച്ച് എന്നെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രൊഫൈല് അവർ സ്റ്റഡി ചെയ്തപ്പം ആദ്യം എഗൻസ്റ്റ് കേരള, രണ്ടാമത് എഗൻസ്റ്റ് ഇന്ത്യ, തേർഡ് എഗൻസ്റ്റ് ദ ഗ്ലോബൽ മാപ്പ് നോക്കിയപ്പോൾ സസൂക്ഷ്മം കണ്ടുപിടിച്ച, അതുകൊണ്ടാണല്ലോ ഇതിൽ വന്ന വിവരം ലോക സിനിമയിൽ ഇന്ത്യയുടെ ശബ്ദമെന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ വിളംബരം ചെയ്തത്. ഈ കമ്മിറ്റി കണ്ടുപിടിച്ച ഈ റിപ്പോർട്ട് ഞങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. ചലച്ചിത്ര മേഖലയിലെ അമ്മ, മെക്ട, ചലച്ചിത്ര പരിഷത്ത്, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, ഫിലിം ചേംബർ, ഇവിടുത്തെയുള്ള ആത്മ, ഫിലിം ഫ്രട്ടേണിറ്റി, ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി, അങ്ങനെയുള്ള എല്ലാ സംഘടനകളും, ഒരാളെ വിടാൻ വഴിയില്ല, അവരെല്ലാവരും തന്നെ ഈ റിപ്പോർട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഇതിനെ അങ്ങേയറ്റം എൻഡോഴ്സ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ബഹുമതി അങ്ങേയറ്റം എനിക്ക് ബഹുമാനമുണ്ട്, ദൈവത്തോട് സ്തുതിയുണ്ട്. കാരണം ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ലോകത്തിൽ ഒന്നാമനാകാൻ പറ്റുക എന്ന് വെച്ചാൽ അതൊരു വലിയ ദൈവകടാക്ഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സിനിമാ സംവിധായകരിൽ സിനിമയെ സംബന്ധിച്ചുള്ള ഇത്രയധികം രംഗങ്ങളിൽ, പ്രത്യേകിച്ച് സംവിധാനത്തിലും രചനയിലും അഭിനയത്തിലും ഒരുപോലെ, അതും ഇത്രയധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വേറൊരു സാറിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഒരു കോളേജ് കാലം തൊട്ട് ഒരു കലാപരമായിട്ട് ആക്റ്റീവായിട്ടൊരു വ്യക്തിയാണ്. കാരണം ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും, യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പഠിച്ചത്, കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും അവിടെ പഠിപ്പിച്ച അധ്യാപകർ തന്നെ പറയും, നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ ബാലചന്ദ്രൻ മേനോൻ സെന്റിനറി ഹാളിലുണ്ടാവും നാടകം ചെയ്ത്. അപ്പോൾ ആ ഒരു ഇതിന്ന് ഇപ്പോൾ ഒരു ലോകത്തിലെ ഒന്നാമൻ എന്നുള്ളൊരു നിലയിലെത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു സാർ? അത് നേരത്തെ എന്നോട് ചോദിച്ച പോലെ നമ്മൾ ഇത് ഒരു ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ഒന്നും അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
അറ്റ് ദി ഏജ് ഓഫ് 12 വയസ്സിൽ എൻ്റെ മനസ്സിൽ വന്ന ആശയമാണ് സംവിധായകനാകുക എന്നൊക്കെ. അത് സംവിധാനത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കിട്ടുന്നുമല്ല. ഞാനന്ന് അഭിനയിച്ച ഒരു സ്കൂൾ ഡ്രാമ 12 വയസ്സുള്ളപ്പോൾ ഭീഷ്മർ, അതിലെന്നെ ഭീഷ്മരാക്കി ഇട്ടിട്ട് ഒരു അടുത്ത സാറാണ് സംവിധാനം ചെയ്യുന്നത്. സാറ് പറയുന്ന പലതും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അപ്പം ഞാനതിനെയൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങി. അപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോൾ സാറിന് ഇത്തിരി അലോരസമായി. അവസാനം പുള്ളി പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി കേട്ടോ, ഞാനിതിൻ്റെ സംവിധായകനാണ്, നീ വെറും നടനാണ്, ഞാൻ പറയുന്നത് സംവിധായകനായ ഞാൻ പറഞ്ഞ നടൻ കേട്ടോണം. അന്നാണ് എനിക്ക് കത്തിയത്. അങ്ങനെ ഒരു വകുപ്പുണ്ടെങ്കിൽ എനിക്ക് നടനാവേണ്ട, സംവിധായകനാകണം അന്ന് ആഗ്രഹിച്ചു. പിന്നെ അത് അന്ധമായൊരാഗ്രഹമാണ്. അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോൾ, ഫാറ്റിമ മാതാ കോളേജിൽ പഠിക്കുമ്പം 17-ാമത്തെ വയസ്സിൽ ഞാൻ എന്നെ സ്വയം സംവിധായകനായിട്ട് ഭാവിയിൽ എൻ്റെ പേരിൽ ബാലചന്ദ്ര മേനോൻ എന്ന സംവിധായകൻ എന്ന രീതിയിൽ അവരെ നായകനാക്കിയിട്ടൊരു കഥ എഴുതി. ഡിഡ് യു ഗോ ഫോർ ഫിലിം മേനോൻ, ഫസ്റ്റ് PDC ആണ് മാഗസീനിലെ കഥ. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലെ തീവ്രമായ ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു, യൂണിവേഴ്സിറ്റി കോളേജ് വന്നു. ഇവിടെ വന്ന് വേറൊരു തരംഗമായി. ഇപ്പോഴത്തെ എന്താ പറയുക, ഈ ന്യൂ ജനറേഷൻ വേവ് എന്ന് പറയുന്ന പോലെ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ കൂടി സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നു. കോളേജിൽ ആർട്സ് ഓഫ് സെക്രട്ടറിയായി, 3rd ഇയർ ആയപ്പോൾ ചെയർമാനായി. എൻ്റെ കൂടെ എന്താ പറയുക, എല്ലാ കലാപരിപാടികളിലും ഞാൻ എല്ലാം സജീവമായി പങ്കെടുത്ത്. അന്ന് ONV സാറായിരുന്നു എൻ്റെ അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പത്രപ്രവർത്തകനായിട്ട് സിനിമാ രംഗത്തേക്ക് പോകുന്നത്. അപ്പോൾ എനിക്കൊരു അടിവരയായിട്ട് പറയേണ്ട കാര്യം, എന്നിലെ കലാകാരൻ ആദ്യമായിട്ട് കിട്ടുന്ന ക്ലാസ് ന്യൂ ജനറേഷൻ്റെയാണ്, അതായത് കോളേജ് വിദ്യാർത്ഥികളുടെയാണ്. ഒരു വലിയ കുടുംബ പ്രേക്ഷകരുണ്ട്. ബാലചന്ദ്ര മേനോൻ എന്നൊരു സംവിധായകനെ, നടനെ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർ, അവര് മിസ് ചെയ്യുന്നുണ്ടാവില്ലേ ഇപ്പോൾ? എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്നുള്ളത് കാര്യകാരണ സഹിതം ഞാൻ പറയാം. എൻ്റെ ഏറ്റവും ഒടുവിലിറങ്ങിയ ചിത്രം ഞാൻ സംവിധാനം ചെയ്യുമായിരുന്നു. ആ ചിത്രം തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ചിത്രമാണ്. ഓടാത്ത സിനിമയെന്ന് പലരും പറഞ്ഞ് പ്രചരിപ്പിച്ചെങ്കിലും ഞാൻ തിരുത്തി പറഞ്ഞ് തെളിയിച്ച കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതായത് തിയേറ്ററിൽ ആരും ശ്രദ്ധിച്ചില്ല ചിത്രം. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് മനോഹരമായൊരു ഗാനം പാടുകയാണെങ്കിൽ പെട്ടെന്ന് പിറകിലൊരു ബോംബ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് അവിടെ നിൽക്കും. അതിൻ്റെ അർത്ഥം ആ പാട്ട് മോശമാണെന്നല്ല, അത് മോശമാണെന്നും അതുകൊണ്ട് പാട്ട് നിന്നതാണെന്നും കുറേ പേര് ശ്രമിച്ചെങ്കിലും ഞാൻ ആ ചിത്രം ഏഷ്യാനെറ്റ് ടെലികാസ്റ്റിന് കൊടുത്തപ്പോൾ ആ ചിത്രത്തിന് കിട്ടിയ റേറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് ഏഷ്യാനെറ്റ് അധികൃതർ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇവിടുത്തെ ഒരു താരമൂല്യമുള്ള ചിത്രത്തിന് കിട്ടുന്ന റേറ്റിങ്ങിനോടൊപ്പമോ ഒരു പക്ഷേ പ്ലസോ ആണ്. അത് ഒരു തവണയല്ല 4 തവണ അവർ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് തെളിയിച്ചത് എന്താണ്? തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ കുടുംബ സദസ്സുകൾ വീട്ടിലിരുന്ന് സമർത്ഥമായി കണ്ടു. അപ്പോൾ കുടുംബ സദസ്സുകൾ നഷ്ടമാകുന്നില്ല എന്നുള്ള നിങ്ങളുടെ ചോദ്യം അർത്ഥവത്താണ്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ തിയേറ്ററിൽ വരുന്ന പോപ്പുലേഷൻ അതിൻ്റെ സ്വഭാവം മാറി. ഇന്ന് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് തിയേറ്റർ നിറയ്ക്കുന്നത്. അപ്പോൾ അവരിലൂടെ ഞാൻ അടുത്ത സിനിമയിൽ വരും. ബാലചന്ദ്ര മേനോനെ പോലെ ബാലചന്ദ്ര മേനോനെ ഉള്ളൂ എന്നെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഞാനെപ്പോഴും ജീവിതമെന്ന് പറയുന്ന ദൈവം തരുന്നൊരു അവസരമാണ്. അതിലുള്ള എല്ലാ കാര്യങ്ങളും അവസരം തന്നെയാണ്. അല്ല, നമ്മൾ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈ വേഷം പുള്ളി അല്ല വേറെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവത്തില്ല. അതിപ്പോൾ പൃഥ്വിരാജ് ഒരു TV ഇൻ്റർവ്യൂവിൽ ഊഴമെന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പൃഥ്വിരാജിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. അപ്പോൾ എന്നെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇല്ല എന്നെ മേനോനെങ്കിൽ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ എത്രയോ നാൾക്ക് ശേഷം പഴയ ഊർജ്ജവും തമാശയൊക്കെ മേനോനെങ്കിൽ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പല കഥാപാത്രങ്ങളിലും സിനിമയിൽ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കുമ്പം ബാലേന്ദ്ര മേനോനെ കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നൊരാളെ കാസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേറൊരു റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന ആ പുതിയ തലമുറ പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അക്സെപ്റ്റൻസ്. സാറിൻ്റെ സിനിമകളുടെ ടൈറ്റിൽ എല്ലാം തന്നെ വ്യത്യസ്തമാണ്. കാരണം കാര്യം നിസ്സാരം എന്ന് പറഞ്ഞാലും അമ്മയാണേ സത്യം എന്ന് പറഞ്ഞാലും വളരെ രസകരമായിട്ട് ഇത് എപ്പോഴാണ് ഈ ഒരു ടൈറ്റിലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്? എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷേ എനിക്കതിന് ഉത്തരമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒന്നാമനാകാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ ആകണം എന്ന് എഴുതി ഇട്ടതല്ല. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന നിമിഷം പോലും നിങ്ങൾ വിശ്വസിക്കത്തില്ല, എൻ്റെ അടുത്ത ഒരു സിനിമയിലേക്ക് ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭം ഈ ഇത്രയും ഷൂട്ടിംഗ് സമയത്തുള്ളിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. അതെന്താണെന്ന് ഞാൻ പറയത്തില്ല, കാരണം അപ്പം നിങ്ങൾ ആശ അടിച്ചുകൊണ്ട് പോകും.
പക്ഷേ ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ മനസ്സിനകത്ത് ഒരു വെളിപാടുണ്ടാകണം. ഇങ്ങനെ പേരിടണം, അമ്മയാണ് സത്യം. ഞാൻ എല്ലാവരും പറയും അമ്മയാണ് സത്യം, അമ്മയാണ് സത്യം. അതെന്താ പറയുക, കാര്യം നിസ്സാരം. ഇത് നമ്മുടെ ഇഷ്ടമാണ്, പക്ഷേ ഇതൊക്കെ അങ്ങനെ വന്നതാണ്. കാരണം പക്ഷേ എനിക്ക് ആ കാലഘട്ടത്തിൽ ഞാനീ വരുമ്പം എന്താ പറയുക, ക്രൂരമായ വാക്കുകൾ, ആ വാക്കുകളുടെ പേര് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ഫീൽ ചെയ്യും. എങ്കിലും ഖരവാക്കുകളുണ്ടല്ലോ ഉപയോഗിച്ചിട്ട്, ഈ ഖരശബ്ദങ്ങൾ ഉപയോഗിച്ചുള്ള ടൈറ്റിലുകൾ, അതിന് ഉദാഹരണം വജ്രം എന്നൊക്കെ പറഞ്ഞാൽ കരുതി അതേമാതിരിയുള്ള സമയത്താണ് ഇഷ്ടമാണ് പക്ഷേ കിലി കില്ലിക്കം എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അല്ല അതെ, അപ്പം അന്ന് ജനങ്ങൾ അതിനെ സ്വീകരിച്ചു. പിന്നെ എൻ്റെ വഴിക്ക് തന്നെ അവരും വന്നു. ഈ ക്ഷമിച്ചു ഒരു വാക്ക്, അതൊക്കെ ബാലേന്ദ്രനാഥിൻ്റെ രീതി വന്ന ഒരു സംഗതിയാണ്. പക്ഷേ എൻ്റെ സിനിമകളിലെ ആരോഗ്യപരമായ സ്വാധീനം ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല സിനിമകളിൽ വരുന്നതൊക്കെ ഞാൻ അഭിമാനിക്കുന്നതാണ്. കാരണം അങ്ങനെ നല്ല സ്വാധീനങ്ങൾ അടുത്ത തലമുറയിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ നിരൂപകരുടെ എന്താ പറയുന്നത്, അവരുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ അവലോകനം അതെല്ലാം വായിക്കുമെങ്കിലും അടിയന്തരമായിട്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, ഞാൻ ആർക്കു വേണ്ടി ഇത് ഉണ്ടാക്കിയോ, ദാറ്റ് ഈസ് പ്രേക്ഷകൻ. അവനും ഞാനുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു കരട് പോലും കലർപ്പുണ്ടാകാൻ പാടില്ല എന്ന് അങ്ങേയറ്റം നിഷ്കർഷിക്കുന്ന ആളാണ്. വെൻ മൈ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദം ഈസ് ടോട്ടൽ, ഐ എം എ സക്സസ്. ആൻഡ് ദ മൊമെൻ്റ് ഐ ഫീൽ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ലോസ്റ്റ്, ഐ ഷുഡ് സേ ബൈ ടു ദിസ് പെർട്ടിക്കുലർ പ്രൊഫഷൻ. അതാണ് എൻ്റെ തീരുമാനം. മനസ്സും മനസ്സും കഥ പറഞ്ഞു, അവപുരവാതിൽ പടി തുറന്നു. ഒരുപാട് നടീനടന്മാരുടെ മക്കളിപ്പോ സിനിമയിലോട്ട് വരുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടം തന്നെ കടന്നു പോവുകയാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചു വരുന്നു. ഇപ്പോൾ പൃഥ്വിരാജായാലും സുകുമാരൻ. കാലത്തിന്റെ ഒരു മാറ്റം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു? ഈ ഒരു നമ്മൾ ആ മാറ്റം അക്സെപ്റ്റ് ചെയ്യാതെ ജീവിക്കുകയാണെങ്കിൽ യു ആർ നോട്ട് റീഡിങ് ദ റൈറ്റിംഗ് ഓൺ ദ വാൾ എന്ന് പറയും. സി, നമ്മൾ ഡൈ ചെയ്ത് നടക്കുമ്പോഴും, നമ്മൾ തലയിൽ വിഗ് വയ്ക്കുമ്പോഴും, നമ്മൾ വെപ്പുവിൽ വെച്ച് ചിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നവരാണ്. ഇതവർ കാണിയ സഹിഷ്ണുത കൊള്ളാം, നല്ല ഗെറ്റപ്പ് എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ചിരിച്ചു കഴിയുമ്പോൾ ഒരാളൊന്ന് പറയുക, നിങ്ങളുടെ ചിരി ഭയങ്കര കേട്ടോ, ഈ വെപ്പുവിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചേ എന്ന് ചോദിക്കുന്ന ക്രൂരതയുള്ള പ്രേക്ഷകൻ്റെ ഇടയിലാണ് ഞാനും 40 വർഷമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ളൊരു കളിയാണ്. എന്നാലും ഇതൊക്കെ ആണെങ്കിലും അവനെ സമ്മതിക്കണം കേട്ടോ എന്ന് പറയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കലാകാരനെ ഇവിടെ നിലനിൽപ്പുള്ളൂ. ഞാനും ഇവിടുത്തെ പുതിയ തലമുറയായിട്ടൊക്കെ വളരെ വളരെ അടുപ്പത്തിലാണ്. ഇനി അവർക്കൊന്നും വിചാരിച്ചാൽ എന്നെ അകറ്റാൻ പറ്റില്ല. കാരണം ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എൻ്റെയും ദുൽഖർ സൽമാൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ആരാൻ്റെ മുല്ല ഞാൻ ഈ വർഷം ഇറക്കി, ദുൽഖറിൻ്റെ ചാർലി എന്ന പടം ഇപ്പോൾ ഇറങ്ങി. ഇത് രണ്ടും ഒരേ കഥാപാത്രമാണ്, ഒരുപാട് സാമ്യമുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഫേസ്ബുക്കിൽ എതിർത്ത് പറഞ്ഞില്ല. മാത്രമല്ല എനിക്ക് ഒരുപാട് കമൻസ് കിട്ടി, സാർ എഴുതിയത് വളരെ കറക്റ്റ് തന്നെയാണ്. എനിക്ക് വിരോധവുമില്ല. എൻ്റെ താഴെയുള്ള അനിയന്മാർ എന്നെ കണ്ടുപഠിച്ച് എന്നേക്കാൾ നല്ല മിടുക്കന്മാരാകണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ നമുക്ക് മുമ്പേ വന്ന സീനിയേഴ്സിനെ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്ന ഒരു യുവതലമുറ എനിക്കിഷ്ടമല്ല. അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നടന്മാരെ, പ്രഗത്ഭരായ നടന്മാരെ, അവരെ മിസ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും സംശയമുണ്ട്. അത് ഓരോ നടനും ഓരോ സെറ്റാണ്. അതൊക്കെ പറഞ്ഞാൽ തീരില്ല. ഇപ്പോൾ ശങ്കരാടിച്ചേട്ടനായാലും, സത്യം പറഞ്ഞാൽ ശങ്കരാടിച്ചേട്ടനൊക്കെ എന്തൊരു ആർട്ടിസ്റ്റാണ് ശങ്കരാടിച്ചേട്ടൻ. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മരിച്ചുപോയി ആരാ ഉള്ളത്, തുടങ്ങിയ സത്യൻ മാഷ് മുതൽ ആരംഭിക്കണം. സത്യൻ മാഷിനെ പോലെ ഇത്രയും സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ ഇനി ജനിക്കേണ്ടിയിരിക്കുന്നു. ഇതിലും എനിക്കൊരു അഭിപ്രായമുണ്ട്. പുതിയ തലമുറയിലെ ചില നടന്മാർ ഈ സ്വാഭാവികത അഭിനയിക്കുന്നു. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്നതും സ്വാഭാവികത അഭിനയിക്കുന്നതും വ്യത്യാസമാണ്. രണ്ടാമത് പറഞ്ഞ കൃത്രിമത്വമാണ്. ഞാൻ വളരെ കാഷ്വലാണെന്ന് കാണിക്കാനുള്ള ചില മാനറിസംസൊക്കെ അതൊന്നും വേണ്ട. മര്യാദയ്ക്ക് ഡയലോഗ് പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മിൽ വരുന്ന ഒരു സ്വാഭാവികതയാണ് സ്വാഭാവികത. അത് സ്വാഭാവികതയായിട്ട് അഭിനയം സ്വാഭാവികത മിക്സായിട്ട് വരണം. അല്ലാതെ അഭിനയം വേറിട്ടും ഈ സ്വാഭാവികത എന്ന് പറയുന്ന ഈ ഇൻസെൻറ്റീവ് ചേർക്കരുത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ലയം വരത്തില്ല. ഇനി എപ്പോഴാണ് പ്രേക്ഷകർക്ക് സാറിൻ്റെ ഒരു സിനിമ? അതെ, എൻ്റെ ഫേസ്ബുക്കിലും എന്ന് വേണ്ട എന്നെ എവിടെ കണ്ടുമുട്ടിയാലും ഇവിടുത്തെ പ്രേക്ഷകന് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യം, എപ്പോഴാണ് ചേട്ടാ അടുത്ത സിനിമ എന്നാണ്. ഒരുപക്ഷെ ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് പറയുമായിരിക്കും, എൻ്റെ റോസസ് ദ ഫാമിലി ക്ലബ്ബ് എന്ന എൻ്റെ കുടുംബ കൂട്ടായ്മയുടെ അമ്പലപ്പുഴ ചാപ്റ്ററിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അന്ന് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് അവരെനിക്ക് ലോകത്തിൽ ഒന്നാമനായിട്ടുള്ള, അവരുടെ ഈ ക്ലബിൻ്റെ ഫൗണ്ടർ ഞാനാണ്, ഒന്നാമനായിട്ടുള്ള ഈ അംഗീകാരത്തെ ആദരിക്കുന്നതോടൊപ്പം അന്ന്
എൻ്റെ അടുത്ത ചിത്രത്തിൻ്റെ ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവിൻ്റെ പേര് ആർ ഹരികുമാർ എന്നാണ്. ബാനർ കൃഷ്ണകല ക്രിയേഷൻസ് എന്നാണ്. ആ ചിത്രത്തിൻ്റെ ഔദ്യോഗികമായ അനൗൺസ്മെൻറ്റ് ആ കുടുംബ സദസ്സിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ബാക്കിയുള്ള വിശേഷങ്ങൾക്കുള്ളത് അപ്പുറം പാക്കലാം. അഭിനയിക്കുന്നതായിരുന്നു എല്ലാം ഈ പറഞ്ഞ എന്താ പറയുക, എല്ലാം ഇനിയുള്ളതെല്ലാം അപ്പുറം പാക്കലാന്ന് വെച്ചാൽ അപ്പുറം പാക്കലാം. ദാറ്റ്സ് ഓൾ.